ഹായ് ഹലോ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി വെളുത്തുള്ളി അച്ചാറാണ്. അപ്പോൾ നമുക്ക് വെളുത്തുള്ളി അച്ചാർ ഈസി ആയിട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ 250 ഗ്രാം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വലിയ ടൈപ്പ് വെളുത്തുള്ളിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നടുവേന്ന് മുറിച്ചെടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ സാധാരണ പോലെ തന്നെ എടുത്താൽ മതി. ഇനി നമുക്ക് ഈ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ആവിയിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്, സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ഇഡ്ഡലി പാത്രം എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഞാനിപ്പോൾ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 5 മിനിറ്റ് നേരം നന്നായിട്ട് സ്റ്റീം ചെയ്തെടുക്കുക. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കറിവേപ്പില. ഞാനിപ്പോൾ ഒരു പിടി കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇഞ്ചിയാണ്. ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, അതിപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചമുളക് വേണം. 2 പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അതിപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാറിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഉലുവയാണ്. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. ഈ ഉലുവ നമുക്ക് നന്നായിട്ട് വറുത്ത് പൊടിച്ചെടുക്കണം. അതിനായിട്ടിപ്പോൾ ഞാൻ നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട്. ഉലുവ നമുക്ക് ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ. നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ചൂട് കൂടി പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടിട്ടാണ് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വറുത്ത് പൊടിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൊടിച്ച ശേഷം മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം കേട്ടോ. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട്, അതിപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ആ സമയം നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ എണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എണ്ണയാകുമ്പോൾ നമ്മുടെ അച്ചാറിന് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും, അതുകൊണ്ടിട്ടാണ് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. അതല്ല നമുക്ക് ഇഷ്ടമുള്ള ഏത് ഓയിൽ വേണമെങ്കിലും ഇതിനകത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കടുകാണ്. കടുക് ഞാനിപ്പോൾ 1 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ കടുക് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. പൊട്ടി വന്ന ശേഷം നമുക്ക് ഇതിലേക്ക് ബാക്കി ചേരുവകളൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉലുവ പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കുക. ഉലുവ പൊടിച്ചത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞ് വന്നവരേക്കും നമുക്കിതൊന്ന് മൊരിയിച്ചെടുക്കണം. തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും, അതുകൊണ്ടിട്ടാണ്. ഇനി നമുക്ക് അച്ചാറിലേക്ക് വേണ്ടത് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഇവ 3 കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പിലൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നുണ്ട്. ഇത് കുറച്ചൊന്ന് മൂത്ത് വരണവരേക്കും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കൂടുതൽ നമ്മൾ തീ ഓഫാക്കി ഇടുകയാണ് നല്ലത്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് നല്ലത്. അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. പൊടികളാകുമ്പോൾ പെട്ടെന്ന് തന്നെ മൂത്ത് പോകും. അതുകൊണ്ടിട്ട് നമുക്ക് കൂടുതൽ നല്ലത് ഓഫ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇപ്പോൾ നമ്മുടെ മഞ്ഞൾപ്പൊടി കുറച്ചൊന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ടീസ്പൂൺ മതിയാവും. അതല്ല എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ 3 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. എരിവ് നമ്മുടെ ഇഷ്ടം അനുസരിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം ഞാനിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. തീ എപ്പോഴും കുറച്ച് വെക്കാൻ പാടുള്ളൂ. നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിടുകയാണ് കൂടുതലും നല്ലത്. അപ്പോൾ നമ്മുടെ പൊടികളൊന്നും കരിഞ്ഞു പോവില്ല. ചെറിയ ചൂടിൽ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞു വരികയും ചെയ്യും. അപ്പോൾ അങ്ങനെ മൊരിയുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റും കൂടിയാണ് കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നല്ല ചൂടിലിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡാർക്ക് കളറായി പോവും. അതുകൊണ്ടിട്ടാണ്. അപ്പോൾ മുളക് പൊടിക്ക് നല്ല കളറ് കിട്ടുകയും ചെയ്യും. ചെറിയ തീയിലാകുമ്പോൾ നല്ല കളർ ഉണ്ടാവുകയും ചെയ്യും. ഇപ്പോൾ നമ്മുടെ മുളക് പൊടി നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ശരിക്കും ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷമാണ് പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടേസ്റ്റോടുകൂടിയിട്ട് തന്നെ നമ്മളെ പൊടികൾ നന്നായിട്ട് മൊരിയിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ മുളക് പൊടിയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള വെളുത്തുള്ളി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എരിവെല്ലാം വെളുത്തുള്ളിയിൽ നന്നായിട്ട് പിടിക്കുന്നത് പോലെ തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഇനി നമുക്ക് അച്ചാറിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് ചേർത്തിട്ട് ഞാനിപ്പോൾ 3/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അച്ചാറിലേക്ക് വേണ്ടത് കായപ്പൊടിയാണ്. ഞാനിപ്പോൾ 1/2 ടീസ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കായത്തിൻ്റെയൊക്കെ ടേസ്റ്റ് എല്ലാ ഭാഗത്തും ആവുന്നത് പോലെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്തെല്ലാം ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി, ഹൈ ഫ്ലെയിമിൽ വെക്കുകയോ ചെയ്യരുത്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് തിളപ്പിച്ച വെള്ളമാണ്, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്താൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ മുളകൊക്കെ നന്നായിട്ടൊന്ന് സെറ്റ് ആവുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ വിനാഗിരി കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ ആവുമ്പോഴേക്കും നമ്മുടെ അച്ചാർ ഒരുപാട് കാലം കേട് കൂടാതെ ഇരിക്കും. നമുക്കിത് എത്ര നാൾ വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ അച്ചാർ റെഡിയായി വരുന്നുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ അച്ചാറിൽ വെളുത്തുള്ളിയിൽ മുളകെല്ലാം നന്നായിട്ട് പിടിക്കുന്നത് പോലെ തന്നെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്, എന്നാൽ വളരെയധികം ടേസ്റ്റാണ്. നമുക്കിത് എത്ര കാലം വരെ സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യാൻ പറ്റും. നല്ലൊരു റെസിപ്പിയാണ്, ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ അച്ചാർ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് തണുത്ത ശേഷം നമുക്ക് ഈർപ്പമില്ലാത്ത നല്ലൊരു ബോട്ടിലിൽ കാറ്റ് കയറാതെ നമുക്കിത് അടച്ചു വെച്ച ശേഷം സ്റ്റോർ ചെയ്ത് എത്ര നാൾ വരെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.